SSLCൻ്റെ എക്സാം ഒക്കെ നടക്കുന്ന സമയത്തായിക്കോട്ടെ, അല്ലെങ്കിൽ ചില എക്സാമുകളൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കുറച്ച് ടഫായ സമയത്തായിക്കോട്ടെ, അല്ലെങ്കിൽ എക്സാം ഒക്കെ കഴിയുന്ന സമയത്ത് നമ്മുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ ചോദിച്ചൊരു ചോദ്യമാണ്, മിസ് വാല്യുവേഷൻ ലിബറൽ ആവുമോ, അല്ലെങ്കിൽ നമുക്ക് വിചാരിച്ചതുപോലെ മാർക്സ് കിട്ടുമോ, വാല്യുവേഷൻ ടൈറ്റ് ആയിരിക്കുമോ, സ്ട്രിക്റ്റ് ആയിരിക്കുമോ, അങ്ങനത്തെ കുറേ സംശയങ്ങളായിരിക്കും എൻ്റെ കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ടാവുക അല്ലേ. ഇപ്പോൾ നിങ്ങളുടെ എക്സാം ഒക്കെ കഴിഞ്ഞു, നമ്മൾ ഇപ്പോൾ സാധാരണ മിസ്സൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളോടൊക്കെ പറയായിരുന്നു ടീച്ചേഴ്സിൻ്റെ മൂഡ് പോലെയാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. അപ്പം ഞങ്ങളൊക്കെ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കും, ടീച്ചേഴ്സിന് നമ്മുടെ പേപ്പർ നോക്കുന്ന സമയം നല്ല മൂഡിലായിരിക്കണേ എന്നൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എന്താണ് നിങ്ങളുടെ എക്സാം കഴിയുമ്പോൾ നിങ്ങളുടെ പേപ്പേഴ്സിന് സംഭവിക്കുന്നത്? ഓക്കെ, അതായത് നിങ്ങളുടെ ഓരോ എക്സാം, നിങ്ങളുടെ SSLCയുടെ ഓരോ എക്സാം കഴിയുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ സ്കൂളുകളിൽ നിന്നുള്ള പേപ്പേഴ്സ് അതായത് വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിലേക്കാണ് എക്സാം പേപ്പേഴ്സൊക്കെ കൊണ്ടുപോവുക. അതിനുശേഷം നിങ്ങൾക്കറിയാം നിങ്ങളുടെ വാല്യുവേഷൻ ക്യാമ്പ് നടക്കും അല്ലേ. അപ്പോൾ വാല്യുവേഷൻ ക്യാമ്പുകൾ നടക്കുന്ന സമയത്ത് ആ ക്യാമ്പുകളിലേക്കാണ് പിന്നീട് പേപ്പർ എത്തുക. അപ്പോൾ നിങ്ങൾ ഒരിക്കലും കരുതരുത് നിങ്ങളുടെ ജില്ലയിൽ നിങ്ങളുടെ പേപ്പർ നിങ്ങളുടെ സ്കൂളിൽ നിന്നുള്ളപ്പം ഒരു ജില്ലയിലുള്ള എല്ലാ സ്കൂളുകളിലെയും പേപ്പർ ആ ഒരു ജില്ലയിലുള്ള വാല്യുവേഷൻ ക്യാമ്പിലായിരിക്കും എത്തുക. നമ്മുടെ പഠിപ്പിച്ച നമ്മുടെ ടീച്ചേഴ്സ് തന്നെയായിരിക്കും നമ്മുടെ പേപ്പർ നോക്കുക. ഒരിക്കലും അങ്ങനെയല്ല നടക്കുക. അതായത് നമ്മുടെ പേപ്പർ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ജില്ലയിലുള്ള ഒരു വാല്യുവേഷൻ ക്യാമ്പിലേക്കൊക്കെ ആയിരിക്കും പോകുന്നത്. അവിടെ നിന്നുള്ള പേപ്പേഴ്സ് ആയിരിക്കും ഇങ്ങോട്ടേക്ക് വരുന്നത്. അതായത് നോക്കുകയാണെങ്കിൽ നമ്മുടെ വാല്യുവേഷൻ നടക്കുന്നത് April 7 മുതൽ April 28 വരെയുള്ള ദിവസങ്ങളിലാണ്. അപ്പോൾ അവിടെയായിട്ട് എന്തുണ്ടാകും, ഓരോ ജില്ലകളിലും ഇത്ര വാല്യുവേഷൻ ക്യാമ്പുകൾ ഉണ്ടാകും. അവിടെ ടീച്ചേഴ്സ് വരുന്നു, ടീച്ചേഴ്സ് വന്നിട്ട് പേപ്പേഴ്സ് നോക്കുകയാണ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ പേരും കാര്യങ്ങളൊന്നും നിങ്ങൾ പേപ്പറിൽ എഴുതില്ല, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറാണ് എഴുതുക അല്ലേ. അപ്പോൾ ടീച്ചേഴ്സിന് അറിയാനൊന്നും പറ്റില്ല ഏത് പേപ്പർ ആരുടെ പേപ്പറാണ് എന്നൊന്നും അറിയാൻ വേണ്ടി പറ്റില്ല. അപ്പം അതിനനുസരിച്ചായിരിക്കും പേപ്പേഴ്സ് നോക്കുന്നുണ്ടാവാം. ആൻഡ് ചില മക്കളെങ്കിലും വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചില സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ പറയാറുണ്ടല്ലേ, കുറച്ച് സ്റ്റാർട്ടിങ്ങിലൊക്കെ കറക്റ്റായിട്ട് എഴുതി പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്ത് എഴുതിയാലും കുഴപ്പമില്ല, ടീച്ചേഴ്സ് അതൊന്നും വായിക്കാനൊന്നും പോകുന്നില്ല, അല്ലെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കില്ല. അല്ലെങ്കിൽ ചില ആൾക്കാർ പറയും ടീച്ചേഴ്സ് ഓരോ ലൈനും ഇതിന്ന് വായിക്കും എന്നിട്ട് അതിനെ കീറി മുറിച്ച് പറിച്ചാണ് എന്ത് ചെയ്യുക, ഓരോ കീറി മുറിക്കുക എന്ന് പറഞ്ഞാൽ പേപ്പർ കീറി മുറിക്കുകയല്ല, ഓരോ അക്ഷരങ്ങളെല്ലാം നോക്കി കറക്റ്റാണോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെ ഭയങ്കര സ്ട്രിക്റ്റായിട്ടാണ് വാല്യുവേഷൻ. ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇപ്പോൾ ഓരോ എക്സാം കഴിയുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ആൻസർ കീകൾ ഉണ്ടാവും. അപ്പോൾ ആൻസർ കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 3 മാർക്സിൻ്റെ ചോദ്യം ആയിക്കോട്ടെ, 2 മാർക്സിൻ്റെ ചോദ്യം ആയിക്കോട്ടെ, അപ്പോൾ അതിന് ഇത്ര പോയിന്റ്സ് വന്നിരിക്കണം. അപ്പോൾ ഓരോ പോയിന്റും വന്നു കഴിഞ്ഞാൽ ആ പോയിന്റിനാണ് നമുക്ക് എന്ത് കിട്ടുക, മാർക്ക് ഉണ്ടാവുക. ഇപ്പോൾ നിങ്ങളൊരു 3 മാർക്കിൻ്റെ ഒരു വലിയ എസ്സേ എഴുതിയാലും ഒരു പാരഗ്രാഫ് എഴുതിയാലും അതിനകത്ത് വരേണ്ട പോയിന്റ്സ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്സ് കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ അത് ലാംഗ്വേജ് സബ്ജക്ട്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് ഓരോ ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ ആ ക്രൈറ്റീരിയ ഇപ്പം ഡയറി ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും എസ്സേ ആണ്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള മാർക്സ് കിട്ടും. ഓക്കെ, അപ്പോൾ പോയിൻറ്റ്സിനാണ് മാർക്ക്, അതായത് നിങ്ങളുടെ ആൻസർ കീ ബേസിസിലാണ്. അല്ലാതെ ടീച്ചേഴ്സിന് ഇഷ്ടമുള്ള പോയിൻറ്റ്സ് എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള പോയിൻറ്റ്സ് എഴുതി കഴിഞ്ഞാലൊന്നും മാർക്ക് കിട്ടുക അങ്ങനെയല്ല. ഓരോന്നിനൊരു ക്രൈറ്റീരിയ ഉണ്ട്, അതിൻ്റെ ബേസിസിലായിരിക്കും നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നുണ്ടാവുക. ആൻഡ് ചില ആൾക്കാരൊക്കെ വിചാരിക്കുന്നുണ്ടോ ടീച്ചേഴ്സിന് കുറേ പേപ്പർ നോക്കാനുണ്ടാകും, അപ്പോൾ അവർ ഭയങ്കര ദേഷ്യം മൂഡിലായിരിക്കും പേപ്പർ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ പേപ്പറൊക്കെ നോക്കുമ്പോൾ അവർക്ക് തോന്നിയ മാർക്കായിരിക്കും, അല്ല അവരുടെ അനുസരിച്ചായിരിക്കും മാർക്ക്. പക്ഷെ അങ്ങനെയല്ല മക്കളെ. ഇപ്പം ഓരോ പേപ്പർ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ റിസൾട്ട് വരുന്നത് May 3 വീക്കോട് കൂടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഡേറ്റിനുള്ളിൽ ഓക്കെ, ഇപ്പോൾ ഓരോ ടീച്ചേഴ്സിനായിക്കാളും ഇപ്പം 80 മാർക്കിൻ്റെ ആയിട്ടുള്ള പേപ്പേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, മാത്സ് ഒക്കെ നിങ്ങൾക്ക് 80 മാർക്കിനാണ്. അപ്പോൾ 80 മാർക്കിൻ്റെ പേപ്പേഴ്സ് ആണെങ്കിൽ ടീച്ചേഴ്സിന് ആവറേജ് ആണ് കേട്ടോ മിസ് പറയുന്നത്. ആവറേജ് ഒരു 25 പേപ്പേഴ്സ് ഒക്കെ ആയിരിക്കും പെർ ഡേ പെർ ടീച്ചറിന് നോക്കാൻ വേണ്ടിയിട്ടുണ്ടാവുക. പെർ ടീച്ചറിന് ഒരു ആവറേജ് 25 പേപ്പർ, ഇത് കറക്റ്റ് ഒരു എമൗണ്ട് അല്ല, ഒരു ആവറേജ് ഇത്രയായിരിക്കും ഉണ്ടാവുക. അതുപോലെ 40 മാർക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ ആവറേജ് ഒരു 36 to 40 പേപ്പേഴ്സ് ഒക്കെ ആയിരിക്കും പെർ ഡേ നോക്കുന്നുണ്ടാവുക. അതായത് ഒരിക്കലും ടീച്ചേഴ്സിനെ എങ്ങനെ എക്സോസ്റ്റഡ് ആക്കിയിട്ട് മടുപ്പിക്കുന്ന രീതിയിലൊരു ലോഡ് പേപ്പേഴ്സൊക്കെ കൊടുത്ത് അങ്ങനെ ആയിരിക്കില്ല നിങ്ങളുടെ പേപ്പർ വാല്യുവേഷൻ. വളരെ കൃത്യമായിട്ട് ഓരോ ടീച്ചേഴ്സിനും ഇത്ര പേപ്പേഴ്സിൽ എത്ര മാർക്സ് പേപ്പേഴ്സ് നോക്കാൻ പറ്റും, അതിനനുസരിച്ചാണ് എത്ര വാല്യുവേഷൻ ക്യാമ്പുകൾ ഉണ്ടെന്ന് തീരുമാനിക്കുന്നതും ഓരോ വാല്യുവേഷൻ ക്യാമ്പിലും എത്ര ടീച്ചേഴ്സ് ഉണ്ടാവും എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പം നിങ്ങളുടെ പേപ്പർ വളരെ കൃത്യമായിട്ട് അതേപോലെ തന്നെ വളരെ വൃത്തിയായിട്ട് ആൻസർ കീ ബേസ്ഡ് ഒക്കെ ആയിട്ടാണ് നിങ്ങളുടെ പേപ്പർ വാല്യുവേഷൻ ചെയ്യുക. അപ്പോഴാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു സംശയം, ഈ വാല്യുവേഷൻ ലിബറൽ ആയിരിക്കുമോ അതോ സ്ട്രിക്റ്റ് ആയിരിക്കുമോ, നമ്മുടെ മാർക്സ് കുറയ്ക്കുമോ
ആദ്യം എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ ഒരു പേപ്പർ നോക്കുന്നത് നിങ്ങളെ അതേപോലെ തന്നെ നിങ്ങളെപ്പോലെയുള്ള കുറേ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് തന്നെയാണ്. അവർക്കും ഒരു ക്ലാസ് ഉണ്ട്, അവരുടെ ക്ലാസ്സിലും കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സ് ഒരിക്കലും നിങ്ങളുടെ മാർക്സ് എങ്ങനെയെങ്കിലും വെട്ടിച്ചുരുക്കണം, എത്ര മാർക്സ് കുറയ്ക്കണം, അങ്ങനത്തെ ഒരു മൈൻഡോട് കൂടിയേ ആയിരിക്കില്ല ടീച്ചേഴ്സ് പേപ്പേഴ്സ് നോക്കുക. ടീച്ചേഴ്സിനും അറിയാം കുട്ടികളുടെ മനസ്സെന്താണ്, അവർക്കും A+കളൊക്കെയാണ് അവരുടെ ഡ്രീം എന്നൊക്കെ ടീച്ചേഴ്സിനും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊരിക്കലും ഒരു കാരണവശാലും വേണമെന്ന് കരുതിയിട്ട് നിങ്ങളുടെ മാർക്സ് കുറയ്ക്കില്ല. ആൻസർ കീയിലുള്ള പോയിന്റ്സ് വന്നിരിക്കണം, അതിനനുസരിച്ചാണ് അവർ മാർക്ക് കിട്ടുക. പിന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ സയൻസ് സബ്ജക്ട്സിലൊക്കെ ആണെങ്കിൽ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കില്ല. പക്ഷെ ലാംഗ്വേജ് ഒക്കെ ആവുന്ന സമയത്ത് അർത്ഥം മാറുന്ന തരത്തിലുള്ള മിസ്റ്റേക്കുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കണക്കിലെടുക്കാം. അതുപോലെ സയൻസ് സബ്ജക്ട്സിനും ഉണ്ട് കേട്ടോ. ചിലപ്പം പ്ലാസ്റ്റിഡ് എന്നുള്ളത് പ്ലാസ്മിഡ് ആയിക്കഴിഞ്ഞാൽ അർത്ഥമേ മാറി, ആ സാധനമേ മാറി. അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ചിലപ്പോൾ മാർക്ക് കുറയ്ക്കും. അല്ലാതെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊന്നും നിങ്ങളുടെ വാല്യുവേഷൻ ചെയ്ത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ, അതായത് വേണമെന്ന് കരുതി നിങ്ങളുടെ മാർക്സ് കുറയ്ക്കില്ല. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ആണെങ്കിൽ ഒന്ന് കണ്ണടച്ച് നിങ്ങൾക്ക് മാർക്ക് തരാൻ വേണ്ടിയിട്ട് തന്നെ ടീച്ചേഴ്സ് നോക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ആലോചിച്ച് എൻ്റെ കുട്ടികളെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അപ്പം ഒരു കാരണവശാലും ടീച്ചേഴ്സ് വേണമെന്ന് കരുതിയിട്ട് നിങ്ങളുടെ മാർക്സ് കുറയ്ക്കാനും നിൽക്കില്ല. പിന്നെ പേപ്പറിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ചിട്ടായിരിക്കും ഇത് ലിബറൽ ആക്കണോ സ്ട്രിക്റ്റ് ആക്കണോ എന്നുള്ളത്. ഭയങ്കര ഈസി ആയിട്ടുള്ള പേപ്പറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിട്ടുള്ള വാല്യൂഷൻ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. കാരണം നിങ്ങൾ നല്ലപോലെ എഴുതിയിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ബയോളജിയുടെ ഒക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ മതി. ഓക്കെ, അതേപോലെ തന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള പേപ്പർ ആയിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര ടഫായിട്ടുള്ള പേപ്പർ ആണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിനും അറിയാം നിങ്ങളുടെ ലെവലിനേക്കാൾ ഒരു പടി മുകളിലുള്ള പേപ്പേഴ്സ് ആയിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ആയിരിക്കും വാല്യൂഷൻ ഉണ്ടാവുക. പിന്നെ ചില മക്കൾക്കുള്ള സംശയമാണ്, A+കളുടെ എണ്ണമൊക്കെ കുറയ്ക്കുമെന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഞങ്ങളുടെ പേപ്പർ വാല്യൂഷൻ സ്ട്രിക്റ്റ് ആവാൻ ചാൻസ് ഇല്ലേ? അപ്പോൾ ആദ്യം എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടത് A+കളുടെ എണ്ണം കുറയ്ക്കും എന്ന് ഉദ്ദേശിച്ചത് നിങ്ങളുടെ പഠന നിലവാരം ഉയർത്തിക്കൊണ്ട് ആ ഒരു ചോദ്യ പേപ്പറിൻ്റെ ലെവൽ മാറും എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ എഴുതിയതിന് പോലും നിങ്ങൾക്ക് മാർക്ക് തരാതെ മാർക്ക് കുറയ്ക്കുന്നുള്ള രീതിയിലല്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെക്കുക, സമാധാനമായിട്ടിരിക്കുക. നിങ്ങൾ എത്ര നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ അതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ പേപ്പറിൽ ഉണ്ടാവും. നിങ്ങൾക്ക് നല്ല മാർക്സ് തന്നെ കിട്ടും. ടീച്ചേഴ്സ് ഒരിക്കലും എൻ്റെ കുട്ടികളുടെ മാർക്ക് വേണമെന്ന് കരുതി കുറയ്ക്കില്ല. ഓക്കെ, പക്ഷേ ഇനി നമ്മൾ വരാൻ വേണ്ടി പോകുന്നത് നമ്മളുടെ +1 അല്ലേ? +1 വരുമ്പം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സീനിയേഴ്സ് പറഞ്ഞിട്ടോ നിങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടോ ഒക്കെ കേട്ടിട്ടുണ്ടാകും എങ്ങനെയാണ് നമ്മുടെ +1 കാര്യങ്ങളെന്ന്. അതായത് നമ്മളിപ്പോൾ പഠിച്ചതുപോലെ 10ാം ക്ലാസ്സിൻ്റെ ലെവലല്ല, കുറച്ചുകൂടി കൂടിയുള്ള ലെവലാണ് വരുന്നത്. ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം ഡെപ്തിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ പല മക്കളും പല സ്ട്രീമുകളായിരിക്കും എടുക്കുന്നത്. കൊമേഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ടാവും, സയൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾ സയൻസ് ആണ് എടുക്കാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇപ്പോൾ 10ാം ക്ലാസ്സിൽ നമ്മുടെ +1 പറയുമ്പം കുറച്ചൊരു ലെവൽ കൂടുന്ന തന്നെയാണ് അല്ലേ? അപ്പോൾ ആ ഒരു ലെവൽ കൂടുന്ന ആ ഒരു ട്രാൻസിഷൻ വളരെ സ്മൂത്തായിട്ട് മാറ്റി നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങളുടെ +1 ജേർണി ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ എക്സാം വിന്നറിൻ്റെ അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. നമ്മുടെ അഗ്നി ബാച്ചിൽ നമുക്ക് 2 പ്ലാനുകളാണ്, ബേസിക് ബാച്ചും ഉണ്ട്, അതുപോലെ പ്ലസ് ബാച്ചും ഉണ്ട്. എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാകും, എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും, PDF ക്ലാസ് നോട്ട്, PYQ സൊല്യൂഷൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ്, ചാപ്റ്റർ എക്സാം. ഇത് നമ്മുടെ 2 ബാച്ചിലും കിട്ടും. പക്ഷേ നമ്മുടെ പ്ലസ് ബാച്ചിൽ അതിന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, സാധാരണ ബേസിക് ബാച്ചിനേക്കാൾ 1000 rupees എക്സ്ട്രാ ഉണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ ഈ 1000 rupeesനേക്കാൾ കൂടുതൽ വർത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഫോർ എക്സാമ്പിൾ ഫുൾ ബുക്ക് സെറ്റ് 1520 രൂപ വിലയുള്ള ഫുൾ ബുക്ക് സെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടും. പിന്നെ നമ്മുടെ 360 രൂപയുടെ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമ്മുടെ റിവിഷൻ ബാച്ച്, നിങ്ങൾക്ക് എല്ലാവരും 10ാം ക്ലാസ്സിൻ്റെ റിവിഷൻ ബാച്ചിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതുപോലെ നമ്മുടെ +1 റിവിഷൻ ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടും. ഈ 3 കാര്യങ്ങൾ നമ്മുടെ പ്ലസ് ബാച്ചിൽ അഡീഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണം എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നീറ്റ് പഠിക്കാൻ ആഗ്രഹമുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് +1 +2ൻ്റെ കൂടെ തന്നെ നീറ്റിൻ്റെ ക്ലാസ്സുകളും നമുക്കുണ്ട്. അപ്പോൾ നമ്മുടെ പൃഥ്വി ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ഇനി അതല്ല നമ്മുടെ യോധ ബാച്ചിൽ നിങ്ങൾക്ക് JEE പോലത്തെ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ യോധ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ, അപ്പോൾ ഇതിനൊരു ഉത്തരം നിങ്ങൾക്ക് കിട്ടി എന്ന് വെച്ച് കരുതുന്നു. സമാധാനമായിട്ടിരിക്കുക. എല്ലാവർക്കും നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ ഫുൾ A+ കിട്ടട്ടെ. അടിപൊളിയായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ മക്കളെ, ഇനിയുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ എക്സാം ഇന്നത്തെ +1 ചാനലിലാണ് വരിക. അപ്പോൾ നിങ്ങളിപ്പോൾ +1 സയൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിലും കൊമേഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള യൂട്യൂബ് ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അടിപൊളിയായിട്ട് പഠിക്കുക. നമ്മുടെ എക്സാമിനർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഓക്കെ.